വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഹീറോ റിവീൽ ചെയ്തപ്പോൾ തന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഏറ്റവും പുതിയ എക്സ്പൾസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം ഓട്ടോ എക്സ്പോ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പുതിയ എക്സ്പൾസ് അവർ ലോഞ്ച് ചെയ്തേക്കാണ്. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പഴയ എക്സ്പൾസിൻ്റെ ആ ഒരു ക്യാരക്ടർ ഒന്നും പോകാതെ തന്നെയാണ് അവർ പുതിയ എക്സ്പൾസ് കൊണ്ടുവന്നേക്കുന്നത്. അതായത് ഏത് ആംഗിളിൽ നോക്കിയാലും ഇത് എക്സ്പൾസ് തന്നെയെന്ന് എല്ലാവരും പറയും. ആ പഴയ വണ്ടിയുടെ ആ ഒരു ക്യാരക്ടർ എങ്ങും പോയിട്ടില്ല. ആ ഒരു എക്സ്പൾസിൻ്റെ ആയുള്ള എല്ലാ ക്യാരക്ടറും വണ്ടിയിൽ ഫുൾ അവർ നിലനിർത്തുന്നുണ്ട്. ഇനി എക്സ്ട്രാ ആയിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ പാനൽസ് എല്ലാം പുതിയതാണ്. അതേപോലെ വണ്ടി കുറച്ചുകൂടെ വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലപോലെ റോഡ് പ്രസൻസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ടാങ്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിപ്പമുള്ള പുതിയ ടാങ്ക് അവർ കൊടുത്തേക്കുന്നത്. ടാങ്കിൻ്റെ ഡിസൈൻ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു റേഡിയേറ്ററിന് അവിടെ ആയിട്ട് പുതിയൊരു ടാങ്ക് എക്സ്റ്റൻഷനൊക്കെ വരുന്നുണ്ട്. ആ ഒരു റേഡിയേറ്റർ കവർ ചെയ്യാൻ വേണ്ടി അത് നല്ല ഭംഗിയാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു സീറ്റും ഇട്ടുണ്ട്. കുറച്ചുകൂടെ ഉയർന്നൊരു വിൻ വൈസറും ഇട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയതാണ്. എങ്കിലും പഴയ എക്സ്പൾസിൻ്റെ ക്യാരക്ടറിങ്ങും പോയിട്ടില്ല. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ലുക്കായിട്ടുണ്ട് വണ്ടി. അതിനേക്കാളും കൂടുതൽ റോഡ് പ്രസൻസ് പുതിയ എക്സ്പൾസിന് തരാൻ കഴിയുന്നുണ്ട്. ഹാർഡ്വെയർസ് നോക്കിയാലും മൊത്തത്തിൽ അവർ മാറ്റം കൊണ്ടുപോയിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 210 mm ട്രാവലുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തേക്കുന്നത്. റിയറിൽ നോക്കുകയാണെങ്കിൽ മോണോഷോക്കാണ്. ആൻഡ് 10 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റിയും അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 21 ഇഞ്ചിൻ്റെ വീൽസാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നേക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 4.2 ഇഞ്ചിൻ്റെ പുതിയൊരു കളർ TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. അതുകൂടാണ്ട് കോൾ ആൻഡ് SMS എല്ലാം ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്, പിന്നെ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അങ്ങനെ പുതിയ വണ്ടികളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും അവരതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ USB ചാർജിങ് പോർട്ടുകളും ഇപ്പോൾ വണ്ടിയിൽ വേണ്ടുണ്ട്. സ്വിച്ചബിൾ ആയിട്ടുള്ള ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടിയിൽ ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ABSന് 3 മോഡുകളും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ XMRൽ കണ്ട 210cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 24.8 PS പവറും വരുന്നുണ്ട്. 20.7 Nm ടോർക്കും വരുന്നുണ്ട്. XMRനേക്കാളും കുറച്ച് പവർ ഈ വണ്ടിക്ക് കുറവാണ്. എങ്കിലും നമ്മൾ പഴയ എക്സ്പൾസോട് കമ്പയർ ചെയ്യുമ്പം ഈ വണ്ടിയുടെ പവർ നല്ലപോലെ തന്നെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 200cc 210cc എഞ്ചിനായിട്ട് മാറിയെങ്കിലും പവറിൻ്റെ കാര്യത്തിൽ നല്ലപോലെ തന്നെ കൂടുതൽ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിന് 6 സ്പീഡ് ഗിയർ ബോക്സ് കിട്ടുന്നുണ്ട്. നേരത്തെ 5 സ്പീഡ് ഗിയർ ബോക്സ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഈ വണ്ടി 6 സ്പീഡ് ഗിയർ ബോക്സോടെ അയക്കുകയാണ്. വണ്ടീന് ടൂറെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആകും. ഓൾറെഡി ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ വണ്ടി ഒരു കില്ലാടിയാണ്. ഇനി അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത്രയുടെ പവർ കൂട്ടിയതുകൊണ്ടും ഒരു എക്സ്ട്രാ ഗിയർ വന്നതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇനി ടോപ്പ് സ്പീഡ് നല്ലപോലെ കൂടും. അതേപോലെ തന്നെ ഹൈവേ ക്രൂസിങ്ങിനൊക്കെ ഇനി വേണ്ടി നേരത്തെക്കാളും അടിപൊളിയായിരിക്കും. വണ്ടിയുടെ വില നോക്കുകയാണെങ്കിൽ 1.75 ലാക്കാണ് വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അതായത് 1,75,800 രൂപയാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇത് എക്സ് ഷോറൂം പ്രൈസാണ്. ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന അത്യാവശ്യം നല്ലപോലെ തന്നെ പെർഫോമൻസ് ഉള്ള ഒരു ADU ബൈക്ക് തന്നെയാണ് നമ്മുടെ എക്സ്പൾസ് 210 എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.